നമസ്കാരം, എല്ലാവർക്കും ദ ജേർണലിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ 2026 ഫിഫ വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ? ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനെയും ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫോമിൽ, അതായത് മാർച്ചിൽ നമ്മൾ 2 ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ. അതിൽ 6 പോയിന്റ് നമുക്ക് നേടേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ നേടിയത് വെറും 1 പോയിൻ്റാണ്. ആദ്യത്തെ മത്സരം 0-0 ഡ്രോ ആയപ്പോൾ രണ്ടാമത്തെ മത്സരം 2-1 നമ്മൾ അഫ്ഗാനിസ്ഥാനോട് തോറ്റു. ഈ ഒരു ഫോമിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ എന്തായാലും നമുക്ക് വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു സ്വപ്നം പോലെ തന്നെ ബാക്കി നിൽക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് കുവൈറ്റിനുള്ള മത്സരത്തിന് നമുക്ക് 4 ആഴ്ചത്തെ ക്യാമ്പ് കിട്ടിയിട്ടുണ്ട്. ക്യാമ്പ് അധികം കിട്ടുമ്പോഴെല്ലാം സ്റ്റിമാച്ച് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. കാരണം ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പൊക്കെ അടിച്ചത് കുറേ നല്ലൊരു ക്യാമ്പ് കിട്ടിയപ്പോഴായിരുന്നു. അപ്പോൾ നമുക്ക് കുവൈറ്റിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. കുവൈറ്റിനെതിരെ എന്തായാലും വിജയിച്ചേ മതിയാകൂ. പിന്നെ ഖത്തർ അറിയാലോ, ഏഷ്യയിലെ ഒരു വമ്പൻ ടീമാണ്. എന്നാലും ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് നോക്കുമ്പോൾ ഒരു അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഗുണവുമാണെന്ന് പറയാം, ദോഷവുമാണെന്ന് പറയാം. കാരണം അഫ്ഗാനിസ്ഥാനും ഈ 2 മത്സരങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഒരേ പോയിൻ്റാണുള്ളത്, 4 പോയിൻ്റാണുള്ളത്. അഫ്ഗാനിസ്ഥാൻ 2 മത്സരങ്ങളിൽ നിന്നും പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുകയും ഇന്ത്യ കുവൈറ്റിനെതിരെ വിജയിക്കുകയോ ഖത്തറിനെതിരെ സമനിലയോ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഈസി ക്വാളിഫിക്കേഷൻ നടക്കുകയുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെയും നമ്മുടെ മത്സരങ്ങൾ ബാധിക്കും. അതായത് നമ്മൾ 2 കളി ജയിച്ചാലും അഫ്ഗാനിസ്ഥാൻ 2 കളി ജയിച്ചാലും ഗോൾ ഡിഫറൻസിൻ്റെ പേരിലായിരിക്കും നമ്മൾ എങ്ങോട്ട് പോവുക, വേൾഡ് കപ്പിൻ്റെ റൗണ്ട് 3ലേക്ക് പോവുക. അങ്ങനെ ഇന്ത്യ ലോകകപ്പിൻ്റെ റൗണ്ട് 3ലേക്ക് ആണെങ്കിലുള്ള കാര്യമാണ് നമ്മുടെ 9 ഗ്രൂപ്പുകളിൽ നിന്നും 1-2 സ്ഥാനക്കാരെ എടുത്ത് 18 ടീമുകളാവും. 18 ടീമുകളെ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് അവർ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 6 ടീമുള്ള 3 ഗ്രൂപ്പുകളിൽ നിന്നും 1-2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ ഡയറക്റ്റായിട്ട് ക്വാളിഫൈ ആവും. അപ്പോൾ 6 ടീം ഡയറക്റ്റായിട്ട് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആവും. പക്ഷേ ആ ഒരു റൗണ്ട് 3ലേക്ക് വരുമ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള 6 പേര് ഇന്ത്യ ക്വാളിഫൈ ആവുകയാണെങ്കിൽ ബാക്കിയുള്ള 6, നമ്മുടെ ഗ്രൂപ്പിലുള്ള ബാക്കി 5 പേരും ഏഷ്യൻ വമ്പന്മാരായിരിക്കും. നമ്മൾ ഏഷ്യ കപ്പിലൊക്കെ നേരിട്ട ഉസ്ബെക്കിസ്ഥാൻ, ഓസ്ട്രേലിയ, സിറിയ, ഇറാഖ് എന്ന വൻപൻ ടീമുകളൊക്കെ ആയിരിക്കും അവിടെ നമ്മുടെ കൂടെ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് 1-2 സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ക്വാളിഫൈ ചെയ്യാം. ഇനി ആ 3 ഗ്രൂപ്പുകളിൽ 3ഉം 4ഉം എത്തിയ ടീമുകൾ, ആദ്യത്തെ ഗ്രൂപ്പിലെ 3ഉം 4ഉം, രണ്ടാമത്തെ 3ഉം 4ഉം, മൂന്നാമത്തെ 3ഉം 4ഉം, ഈ 6 ടീമുകളെ 2 ഗ്രൂപ്പായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യും. ആ 2 ഗ്രൂപ്പിൽ ഒന്നാമത് എത്തുന്ന ടീം വീണ്ടും ഡയറക്റ്റ് ക്വാളിഫൈ ആകുന്നു. അപ്പോൾ 8 ടീം ഏഷ്യൻ റീജിയനിൽ നിന്ന് ക്വാളിഫൈ ആയി കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. ഈ 2 ഗ്രൂപ്പിൽ രണ്ടാമതെത്തിയ 2 ടീമുകൾ തമ്മിലൊരു പ്ലേ ഓഫ് മത്സരം കളിക്കും. ആ മത്സരത്തിൽ വിജയിക്കുന്നവർ വേറെ ഒരു കോണ്ടിനെൻറ്റിലെ ഇതേപോലെ ഫിൽട്ടർ ചെയ്ത് വന്നൊരു ടീമുമായിട്ട് ഒരു പ്ലേ ഓഫ് മത്സരം കളിക്കും. അതിൽ ജയിക്കുന്നവർ നേരിട്ട് വേൾഡ് കപ്പിലേക്ക് കടക്കും. ഇപ്രാവശ്യം നമ്മുടെ വേൾഡ് കപ്പിൽ 36 ടീമല്ല, 48 ടീമാണുള്ളത്. അത് നമ്മളെപ്പോലുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ ഒരു ബൂസ്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് കുവൈറ്റിനെ ജൂൺ 6 തോൽപ്പിക്കുക, പിന്നെ ഖത്തറിനെ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡ്രോയെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചാൽ അതൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. പിന്നീട് നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെ റിസൾട്ടിനെ ബാധിച്ചിരിക്കും നമ്മുടെ റൗണ്ട് 3ലേക്കുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ റൗണ്ട് 3 കുവൈറ്റിനെതിരെയുള്ള മത്സരം കാണാൻ സാധിക്കുന്നത് ജിയോ സിനിമയിലൂടെ, ഫോണിലൂടെ നമുക്ക് കാണാം. പിന്നെ സ്പോർട്സ് 18ലൂടെയും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ചാനലാണ്. കൂടുതൽ യൂറോ കപ്പും കോപ്പ അമേരിക്ക എല്ലാ ന്യൂസും നമ്മൾ ഇതിലിടാനൊരു പദ്ധതിയുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.